ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ടൈമിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നോട്ടീസൊക്കെ വരും നമുക്ക് വെള്ളം ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ വെള്ളം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. ഇതങ്ങനെയൊന്നും ഒന്നുമില്ലായിരുന്നു. എന്തോ പൈപ്പ് എന്തോ താഴെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വെള്ളമില്ല. സത്യം പറഞ്ഞാൽ വെള്ളം പിടിച്ച് വയ്ക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. പിന്നെ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ എല്ലാം. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ടിയൊരു ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ വലിയ പാത്രമൊന്നും കഴുകാതെ അങ്ങനെയാണ് ബിരിയാണിയിലോട്ട് എത്തിയത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ച് ആവോലി ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. തക്കാളിയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത് ആവോലി മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് നെയ്യും കൂടെ വീഴ്ത്തിയിട്ട് കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്ത് കുറച്ച് സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ തന്നെ മസാലയായിട്ട് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമേ നമ്മൾ ഈ ബിരിയാണി ചേർക്കാവൂ കേട്ടോ. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോവും. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ നീളത്തിനുള്ള നമ്മൾ ബസ്മതി റൈസാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. റൈസ് ഇട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ അളവല്ല കേട്ടോ നോക്കുന്നത്. റൈസ് ഒന്ന് കുറച്ച് ഒന്ന് മുകളിലോട്ട് നിൽക്കണം. ആ ഒരു അളവിന് ഞാൻ വെള്ളം വീത്തി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അടച്ച് നല്ല രീതിക്ക് നല്ല ഫ്ലെയിം ഇട്ട് വയ്ക്കുക. അപ്പോൾ നല്ലവണ്ണം തിളച്ച് വരുന്ന ടൈമിൽ പിന്നെ അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷും കൂടെ വെച്ചെടുത്തപ്പോൾ സംഭവം സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള കുട്ടി കുട്ടി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.